ഗുഡ് മോർണിംഗ് കേരളം നേരെ പോകുന്നത് ദില്ലിയിലേക്കാണ്. അബ്ദുൾ റഷീദ് തയ്യാറാണ്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. എങ്ങനെ പോകുന്നു നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ സർവകക്ഷി സംഘത്തിന്റെ പര്യടനം? ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ സംഘം? വിനീഷ, ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളോട് വെളിപ്പെടുത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ എല്ലാ സംഘങ്ങളുടെയും പര്യടനം വിവിധ രാജ്യങ്ങളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് മലേഷ്യയിലാണ് പര്യടനം നടത്തുന്നത്. CPIM-ൻ്റെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-യും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിവിധ മേഖലകളിലടക്കം ഈ സംഘം പ്രത്യേക പ്രതിനിധികളുമായൊക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാലും ഈ സംഘത്തിൻ്റെ അവസാന രാജ്യമാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഇത് ഇന്ന് അവർ മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്തോനേഷ്യ, അതോടൊപ്പം ജപ്പാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ രാജ്യങ്ങളിലൊക്കെ തന്നെയും സന്ദർശനം പൂർത്തീകരിച്ചാണ് സംഘം ഇന്ന് മലേഷ്യയിൽ എത്തിയിരിക്കുന്നത്. കൊലാലംപൂരിൽ വെച്ച് അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരുമായൊക്കെ തന്നെയും സംഘം കൂടിക്കാഴ്ച നടത്തുകയും പാകിസ്ഥാൻ്റെ ഭീകരത ഈ രാജ്യങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങൾ ഇതിനോടകം, അതായത് ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്തുള്ള നിലപാടിൽ ഒരു ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വിവിധ സംഘങ്ങളും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലായി തന്നെ അവരുടെ പര്യടനം പുരോഗമിക്കുകയാണ്. സുപ്രിയ സുലെ നയിക്കുന്ന സംഘം എത്യോപ്യയിലെ പാർലമെൻറ്റ് അംഗങ്ങളും നയതന്ത്ര വിദഗ്ധരുമായൊക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം കനിമൊഴി നയിക്കുന്ന സംഘം ലിത്വാനയിലാണ് അവരുടെ പര്യടനം പുരോഗമിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സംഘങ്ങളുടെ പര്യടനം വിവിധ രാജ്യങ്ങൾ, അതായത് 32 രാജ്യങ്ങളിലായി അവരുടെ വിദേശ പര്യടനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടങ്ങുന്ന സംഘം മലേഷ്യയിലെ പര്യടനം പൂർത്തീകരിച്ച് ഇന്ത്യയിലേക്ക് 2 ദിവസത്തിനകം തന്നെ തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങൾ, അതായത് ജപ്പാൻ, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, റഷ്യ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അറബ് രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഇതിനോടകം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഒരു ഭീകരതയും വെളിപ്പെടുത്തുന്നതിൽ ഈ സർവകക്ഷി സംഘം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റു രാജ്യങ്ങളിലെയും പര്യടനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ സംഘങ്ങളും ഉടൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിനീഷ.